സാർ ഒരു കാര്യം ചോദിച്ചോട്ടെ, കോമൺ എൻട്രി ആയിട്ടുള്ള രണ്ടുപേരുണ്ടല്ലോ, അവരുടെ എങ്ങനെയാണ് അവരുടെ അതെനിക്ക് ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. അല്ല. കോമൺ എൻട്രി എന്ന് പറയുന്ന കോമണേഴ്സിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം ഒരാൾ അതുകൊണ്ടാണല്ലോ പവർ ഹൗസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ പവർ റൂം എന്ന് പറയുന്നത് ഉറക്കം തൂങ്ങികൾക്കുള്ള റൂമായി മാറിയിരിക്കുകയാണ്. ആക്ച്വൽ പവർ ഉള്ളവർ പലരും മറ്റു റൂമിൽ കിടന്ന് പണി ചെയ്യുകയും ഉറക്കം തൂങ്ങികളായ ചിലർ പവർ റൂമിനകത്തും ഇരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതിൽ ശ്രീരേഖ നന്നായി കളിക്കുന്നുണ്ട്. ശ്രീരേഖ ഒറ്റയ്ക്ക് തന്നെയാണ് ശ്രീരേഖ കളിക്കുന്നത്. അതുപോലെ തന്നെ റോക്കി നല്ല പവർഫുള്ളായിട്ട് കളിക്കുന്നു. അപ്പോൾ റോക്കിക്ക് മറ്റേതിലുള്ള ഒരു അമർഷമാണ്. റോക്കിയുടെ ലൈഫ് സ്റ്റൈൽ പറഞ്ഞപ്പോൾ ആർക്കും അങ്ങോട്ട് ഡൈജസ്റ്റ് ആയിട്ടില്ല. പക്ഷെ അങ്ങനെ അതെന്താ കാരണം എന്നറിയാമോ? റോക്കി നല്ല ജെനുവിനായി ഒറ്റയ്ക്ക് തന്നെ കളിക്കുകയാണ്. പക്ഷേ റോക്കി കുറച്ച് പാഷനേറ്റ് ആവാൻ പറ്റുമെങ്കിൽ, കാരണം റോക്കിയിലൊരു മൃദുത്വവും ഒരു സോഫ്റ്റും ഒക്കെ കൂടെ വരണം. ഒരു പ്രണയം റോക്കിയിൽ വരുന്നത് നല്ലതായിരിക്കുമെന്ന് എനിക്ക് തോന്നി. മനസ്സിലായില്ലേ? ആ ഒരു സ്നേഹവും ഇതൊരു തരം പലപ്പോഴും ഇത്തിരി അഹങ്കാരം വന്നിട്ടുള്ള, എൻ്റെ നാട്ടുകാരനാണ്, തിരുവനന്തപുരംകാരനാണ്. പക്ഷേ ഞാൻ പറയുന്നത് സത്യസന്ധവും നീതിയുക്തവും ആവണമെന്ന് എനിക്ക് നിർബന്ധമുണ്ട്. ഇത് കുറച്ച് പവർ കൂടിപ്പോയതാണ് റോക്കിയുടെ പ്രശ്നം. റോക്കി കുറച്ച് പവർ കുറയ്ക്കണം. പക്ഷെ റോക്കിക്ക് ഫാൻസ് ഉണ്ട്. റോക്കി അതെനിക്കറിയില്ല. റോക്കിക്ക് ഫാൻസ് ഉണ്ടാവണം. ഞാൻ ഇവരുടെ എല്ലാവരും നന്നായി കളിക്കുന്നവരെ. ഇപ്പം ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചലഞ്ചറായി കയറിയപ്പോഴത്തേക്ക് ഞാൻ ചെന്നിട്ട് ശോഭയുടെ അടുത്ത് പറഞ്ഞു, മനസ്സിലായില്ലേ, അഖിൽമാരേക്കാൾ ഒരുപടി ഗംഭീരമായിട്ട് തുടക്കം മുതൽ ഒടുക്കം വരെയും കളിച്ച ആളാരായിരുന്നു കഴിഞ്ഞ സീസണിൽ? ശോഭ വിശ്വനാഥ്. പക്ഷേ ശോഭ വിശ്വനാഥ് പല സ്ഥലത്തും ആസ്ഥാനത്ത് വാവിട്ട വാക്കുകൾ, ചില പ്രവർത്തികൾ പറഞ്ഞു. അപ്പം ഞാൻ ശോഭയെടുത്ത് പറഞ്ഞു, ഒരു പൊടിക്ക് കുറയ്ക്കൂ എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ വാക്ക് എന്ത് ചെയ്തില്ല, കേട്ടില്ല. കേൾക്കാത്ത എൻ്റെ ഫലം റിസൾട്ടുകളിൽ വരും എന്നുള്ളതേ ഉള്ളൂ. ലാസ്റ്റ് ആയിട്ട് ഒരു ചോദ്യം ചോദിച്ചോട്ടെ, ഈ ബിഗ് ബോസ് സ്ക്രിപ്റ്റഡ് ആണോ? തീർക്കണ്ട, എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചോദിക്കുക, കാണുമ്പോൾ ചോദിക്കുക. സ്ക്രിപ്റ്റഡ് ആണോ സാർ? എല്ലാരും പറയുന്നു ആ സ്ക്രിപ്റ്റ് എന്ന് പറഞ്ഞാൽ ഓരോരുത്തർക്കും അവരുടെ, ഇപ്പം ഞാൻ ചോദിക്കട്ടെ, ഇപ്പം നിങ്ങൾ നേരത്തെ പറഞ്ഞ ലവ് സ്ട്രാറ്റജി, അതൊരു സ്ക്രിപ്റ്റാണ്. അവർ കൊണ്ടുവന്ന സ്ക്രിപ്റ്റാണ്, ആ വ്യക്തികൾ കൊണ്ടുവരുന്ന സ്ക്രിപ്റ്റാണ്. ഇപ്പോൾ റോക്കിയെ സംബന്ധിച്ച് റോക്കിയുടേതായ ഒരു സ്ക്രിപ്റ്റ് ഉണ്ട്. ഞാൻ ഇങ്ങനെ നിൽക്കും, ഞാൻ സ്റ്റേൺ ആണ്, ഞാൻ ജെനുവിനാണ്, ഞാൻ സ്ട്രോങ് ആണ്. പക്ഷെ അത് ഓവർ സ്ട്രോങ് ആയി കഴിഞ്ഞാൽ അതും ജനത്തിന് ഇഷ്ടപ്പെടത്തില്ല. എല്ലാം അതിനകത്തുകൊണ്ടാണ്. പിന്നെ വന്നിരുന്ന് കുറേ ഉറക്കം തൂങ്ങിയിട്ട് പോയി. പിന്നെ ചിലർ പറഞ്ഞിരിക്കുന്ന കഥ ഫേക്കാണ്. അതുകൊണ്ടാണ് ലാലേട്ടൻ തന്നെ പറഞ്ഞത്, നിങ്ങൾ കൃത്യമായി, പ്രേക്ഷകർ കൃത്യമായി അനാലിസിസ് നടത്തി വ്യക്തമായി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങൾ വോട്ട് ചെയ്യാൻ. അല്ലാതെ ചാടിക്കയറി ചെയ്യരുത്. വ്യക്തമായി മനസ്സിലാക്കും. നമ്മളും വ്യക്തമായി മനസ്സിലാക്കുമ്പോൾ നമ്മൾ പറ്റിക്കപ്പെടാൻ പാടില്ല. മനസ്സിലായില്ലേ? കുറച്ച് പേർ വേറെ അതുപോലെ തന്നെ ചില ആപ്പുകളുടെ കാര്യമൊക്കെ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ഈ പെട്ടെന്ന് പണം ഉണ്ടാക്കുന്ന ആപ്പ് ഏതാ എനിക്ക് മനസ്സിലാവണില്ല. എനിക്കും ഉണ്ട് സോഷ്യൽ മീഡിയയിൽ കുറച്ച് മെമ്പേഴ്സ്, അല്ല എൻ്റെ യൂട്യൂബിലുണ്ട്. എനിക്ക് വല്ലപ്പോഴും ഒരു വർഷം വല്ലപ്പോഴും 7500 രൂപയായിരിക്കും എനിക്ക് വല്ലപ്പോഴും കിട്ടുക. ഞാൻ അതിനെ ഇങ്ങനെ പണം ഉണ്ടാക്കാനുള്ളൊരു മെഷീനറി ഉപയോഗിച്ചിട്ടില്ല. പക്ഷേ ഇതിൽ ചിലരൊക്കെ പറയുന്ന കേൾക്കുന്ന ഇതിൽ നിന്നുണ്ടാക്കിയ ലക്ഷങ്ങൾ കൊണ്ട് ഒരുപാട് സംഗതികളൊക്കെ ചെയ്തു എന്ന് പറയുമ്പോൾ എനിക്കങ്ങോട്ട് മനസ്സിലാകാത്തത് വേറെ വല്ല രഹസ്യ ആപ്പുകളുണ്ടോ എനിക്കിവിടെ ഒന്ന് എടുത്തിട്ട് പൈസ ഉണ്ടാക്കാൻ. കാരണം ചാരിറ്റി ചെയ്യുന്നുണ്ട്. ചാരിറ്റിയിൽ പാവങ്ങളെ സഹായിക്കണമെങ്കിൽ നല്ല പണം വന്നെങ്കിലേ പറ്റത്തുള്ളൂ. അപ്പോൾ നിങ്ങളതൊന്ന് കണ്ടുപിടിക്കണം, ഏത് ആപ്പിലൂടെയാണ് ഈ പെട്ടെന്ന് പണം ഉണ്ടാക്കാൻ പറ്റുന്നതെന്ന്. അത് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, അല്ലേ? ആലോചിച്ച് നോക്കിയാൽ മതി. അപ്പം ബിഗ് ബോസ് നന്നായി പോട്ടെ. വരുന്ന വൈൽഡ് കാർഡുകൾ ഇതിനേക്കാൾ കിടിലമായിരിക്കും എന്ന് വിചാരിക്കും. പക്ഷേ ചിലരൊക്കെ പൊടിക്ക് കുറയ്ക്കേണ്ടതുണ്ട്, ചിലർ കുറേ കൂട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് കുറച്ച് ലൈവായിട്ട് തന്നെ പോകുന്നത്. ഈ സീസണിൽ ഈ 3-4 റൂമുകളുള്ളതുകൊണ്ട് അത് നല്ല ആക്റ്റീവാണ്. ഓക്കെ അല്ലേ? വീണ്ടും വരാം.